ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂരി ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെന്ന് ഇനി ആരും പറയണ്ട. പൂരി ഇതേ രീതിയിൽ കുഴച്ച് ഉണ്ടാക്കിക്കൊള്ളൂ. ഉറപ്പായും നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി ഒരു 3-4 ടീസ്പൂൺ റവപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ റവയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി എടുക്കുന്നതിനനുസരിച്ച് റവപ്പൊടിയുടെ അളവും കൂടി കൂട്ടി കൊടുക്കണം. എങ്കിലും അധികമായി പോകരുത്, വളരെ കുറച്ച് മാത്രം റവപ്പൊടിയായി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, അതിന് പകരമായിട്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവറോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് സാധാരണ പൂരി കുഴയ്ക്കുന്നത് പോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. വെള്ളം ആദ്യം തന്നെ ഒരുപാട് കോരി ഒഴിച്ച് പൂരി കുഴയ്ക്കരുത്, കുറേശ്ശെയായിട്ട് മാത്രം പൂരിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കയ്യിലൊട്ടാൻ പാടില്ല. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടിരിക്കണം ഈ ഒരു മാവ്. ഇത് കണ്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവാണ്. ഇനി ഫൈനലി ഇതിനകത്തേക്ക് കുറച്ചും കൂടി ആ ഒരു സൺഫ്ലവർ ഓയിൽ നമ്മുടെ കയ്യിൽ പുരട്ടിയിട്ട് ആ ഒരു മാവിലേക്ക് തേച്ച് കൊടുത്താൽ മതി. ഇനി മാവ് അവിടെ 15 മിനിറ്റോളം റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പൂരിക്കുള്ള മാവ് അധികം അങ്ങ് വലുതാക്കി പരത്തരുത്, കുറച്ച് കട്ടിയിൽ തന്നെ ഇരിക്കണം. ഞാനിപ്പോൾ ഇവിടെ പൊടിയിൽ മുക്കിയാണ് പരത്തുന്നത്. എണ്ണയിൽ ചിലവരൊക്കെ എണ്ണയിൽ മുക്കി പരത്താറുണ്ട്, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇപ്പം പൊടിയിൽ മുക്കി മാവ് ഇതുപോലെ അധികം പ്രസ് കൊടുക്കാതെ തന്നെ പരത്തിയെടുക്കണം. പൂരിക്കുള്ള മാവ് കുറച്ചൊരു കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ പരത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു ചപ്പാത്തി കോല് അധികം അങ്ങ് ബലം പിടിക്കാതെ പതുക്കെ പരത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അധികം അങ്ങ് ബലം പിടിച്ചാൽ നമ്മൾ ചപ്പാത്തിയുടെ കൂട്ട് പൂരി അധികം അങ്ങ് പ്രസ്സായി പോവും. അതുകൊണ്ട് അത്രയും പരത്തണ്ട, നമുക്കിതുപോലെ ഒന്ന് നൈസായിട്ട് ബലം കൊടുത്ത് ഇതുപോലെ കറക്കി കൊടുത്തുകൊണ്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ല ഫൈൻ റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന മാവെല്ലാം ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മാവ് മുഴുവനായിട്ടും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലിലാണ് പൂരി ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്ക് പൂരി ഇട്ട് കൊടുക്കണം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഗ്യാസ് അങ്ങ് സിമ്മിലേക്ക് ഇടാം. ഇപ്പം നമ്മുടെ ആ എണ്ണയൊന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇതുപോലെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതുപോലെ പൊന്തി വരും. ഇനി മറിച്ചിട്ടും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ ആ റവ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിപ്സി ആയിട്ടുള്ളൊരു പൂരിയാണ് കിട്ടുന്നത്. ഇതുപോലെ നല്ലൊരു സോഫ്റ്റുമാണ്, ക്രിപ്സിയുമാണ്. അങ്ങനെ നല്ലൊരു പൂരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വന്ന മുഴുവൻ പൂരികൾ നമ്മളിതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.